وإن امرأ ذهبت ساعة من عمره في غير ما خلق له من العبادة لجدير أن تطول عليه حسرته. ഒരു മനുഷ്യൻ ആഖിറത്തിലേക്ക് എത്തുമ്പോ ഒരു മനുഷ്യന്റെ ഏതെങ്കിലും ഒരു സമയം അനാവശ്യത്തിൽ ചെലവഴിക്കപ്പെട്ടു പോയാൽ, അവന് നൽകപ്പെട്ട ആയുസ്സിൽ എത്രയെങ്കിലും വേണ്ടാതെ ചെലവഴിച്ചു പോയാൽ അവന്റെ ഖേദമിങ്ങനെ നീളും, വല്ലാത്ത ഖേദിച്ചു പോകും. ഞാനൊന്ന് ദുനിയാവിലേക്ക് പോയെങ്കിൽ എനിക്കൊന്നുകൂടെ നല്ലവണ്ണം അമല് ചെയ്യാമായിരുന്നു എന്ന് കൊതിച്ചുകൊണ്ട് ഖേദിച്ചു പോകും ആഖിറത്തുനിന്ന് എന്നൊക്കെ പറഞ്ഞ മുത്തുനബി അവസാനം പറയുന്ന ഗൗരവമേറിയ ഒരു താക്കീതുണ്ട്. ഫമൻ ജാവസൽ അർബഈൻ, ഒരു മനുഷ്യന് 40 വയസ്സ് വിട്ടുകടന്നാൽ, അവനെ പ്രസവിക്കപ്പെട്ടതിന്റെ ശേഷം 40 എന്ന് വെക്ക. ഇനി അതല്ലെങ്കിൽ അവന് പ്രായപൂർത്തിയെത്തിയതിന്റെ ശേഷം സുമാർ ഒരു 15 വയസ്സ്, അത് കഴിഞ്ഞ് 40 എന്ന് പറയുമ്പോൾ ഒരു 55 വയസ്സ്. അത് കഴിഞ്ഞിട്ട് അവനിങ്ങനെ അവനെപ്പറ്റി ആലോചിച്ചു നോക്കുമ്പോ അവന്റെ കഴിഞ്ഞുപോയ അമലുകളെ പറ്റി അവന്റെ ഖൈറും അവന്റെ ശർറും കണക്ക് കൂട്ടി നോക്കുമ്പോ ഖൈറ് അധികരിച്ചില്ലെങ്കിൽ അവന്റെ ശർറിനേക്കാൾ 1000 ഖൈറുണ്ട്, 1000 ശർറുമുണ്ട്, അല്ലെങ്കിൽ 1001 ശർറുണ്ട്, അതിനേക്കാൾ കുറഞ്ഞ ഖൈറുമുണ്ട്. ഒരൊറ്റ എണ്ണം കൊണ്ടെങ്കിലും അവൻ ചെയ്ത ഖൈറ് മികച്ചു നിൽക്കുന്നില്ല. 40 വയസ്സ് എനിക്ക് കഴിയുകയും ചെയ്താൽ പിന്നെ തങ്ങൾ പറയുന്ന വാക്ക് ഫല്യതജഹസ് ഇലന്നാർ, നരകത്തിലേക്ക് തയ്യാറെടുത്തു കൊള്ളട്ടെ. ഇക്കാലം അത്രയും ആയുസ് നൽകിയിട്ട്, ആരോഗ്യം നൽകിയിട്ട്, ചിന്താശേഷി നൽകിയിട്ട് നന്നാവാൻ കഴിയാത്ത മനുഷ്യനോട് റബ്ബിന്റെ താക്കീതാണ്. തൗബയിൽ വെച്ച് നബി തങ്ങൾ മനുഷ്യനെ ആശമുറിയിപ്പിക്കുകയല്ല, തൗബ സ്വീകരിക്കുകയില്ലെന്നല്ല പറയുന്നത്. ഒരു മനുഷ്യൻ നന്നാവേണ്ട കാലം ആ ആരോഗ്യമുള്ള ആഫിയത്തുള്ള തനിക്ക് നല്ല ഊർജമുള്ള കാലത്താണെന്ന് താക്കീദിന്റെ സ്വരത്തിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ധരിപ്പിക്കുകയാണ്, നമുക്ക് മാർഗം പറഞ്ഞു തരികയാണ്.